ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഗ്രാവിറ്റി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് എടുക്കുന്നത്. അപ്പം പഠിക്കുന്നതിന് മുന്നേ ഒരു കാര്യം ചെയ്യുക, എല്ലാവരും പുസ്തകം എടുത്ത് കൈ വെക്കുക. പുസ്തകത്തിനകത്ത് പേജ് നമ്പർ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 20, 21, 22. അപ്പോൾ ഫസ്റ്റ് പാർട്ടിനെ നമ്മൾ പഠിച്ചായിരുന്നു 23, 24, 25. അപ്പോൾ ഇന്ന് എത്ര പഠിക്കുന്നത്? 20, 21, 22. കഴിഞ്ഞ ക്ലാസ്സിൽ 23, 24, 25 അങ്ങനെ ഒരു സെക്ഷൻ കഴിയും. അപ്പോൾ 20 മുതൽ 25 വരെയുള്ള പേജ് നമ്മൾ കംപ്ലീറ്റ് ആക്കും. അതിനുശേഷമേ ആദ്യം പോകത്തുള്ളൂ. അതിൻ്റെ ആവശ്യകത എന്താണെന്ന് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവും. ഓക്കെ എന്നോ? അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. ഏതാ പഠിക്കാൻ പോകുന്നത്? റിഫ്ലക്ഷൻ. മക്കളെ, റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് പറയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് കുറച്ച് ഒരു ഐഡിയ തരാം. മക്കളെ, ഉദാഹരണം, നമ്മൾ ചെറുപ്പകാലത്ത്, ഇപ്പം മാമിൻ്റെ എല്ലാം ചെറുപ്പകാലത്തല്ല, നിങ്ങളുടെ എല്ലാം ചെറുപ്പകാലത്ത് നിങ്ങളൊരു കാര്യം ചെയ്യും. സൂര്യനുണ്ട്, സൂര്യപ്രകാശം വരുമ്പോൾ ചെറിയ കണ്ണാടി, മുഖം നോക്കുന്ന കണ്ണാടി എടുത്ത് നമ്മൾ സൂര്യപ്രകാശത്തെ വീടിൻ്റെ ഭിത്തിയിലേക്ക് പതിപ്പിക്കത്തില്ലയോ? ആണോ? അല്ലെങ്കിൽ ക്ലാസ് സമയത്ത് ഇരിക്കുമ്പോൾ നമ്മൾ ഉടായ്പ് കാണിക്കാൻ വേണ്ടി എന്താ, ഈ വാച്ചിലൊക്കെ സമയം പോക്കാൻ വേണ്ടി വാച്ചിനകത്തൊക്കെ സൂര്യപ്രകാശത്തെ ഭിത്തിയിൽ പതിപ്പിക്കത്തില്ലയോ? അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഒരു പ്രകാശത്തിന് എന്ത് ചെയ്യാൻ, പ്രതിഫലിക്കാനുള്ള കഴിവുണ്ട്, അല്ലെ റിഫ്ലക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, അല്ലേ മക്കളെ? ഇപ്പം മുഖം നോക്കുന്ന കണ്ണാടി സൂര്യപ്രകാശത്തെ, അവിടുന്ന് വരുന്ന പ്രകാശത്തെ ഞാനിത് വഴിതിരിച്ച് മറ്റൊരു ഭാഗത്തേക്ക് വിട്ടു, ആണോ? അപ്പോൾ അത് പ്രകാശത്തിന് എന്തിനുള്ള കഴിവുണ്ട്? റിഫ്ലക്ഷനുള്ള കഴിവുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ശബ്ദത്തിനും എന്തിനുള്ള കഴിവുണ്ട്? റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. പറ, റിഫ്ലക്ഷൻ. അല്ലെങ്കിൽ ശബ്ദത്തിനും റിഫ്ലക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്, റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. ഓക്കെ, എന്നാൽ പുസ്തകത്തിലെ പേജ് നമ്പർ 20 എടുക്കുക. അപ്പോൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, പ്രകാശത്തിന് എന്തിനുള്ള കഴിവുണ്ട്? റിഫ്ലക്റ്റ് ചെയ്യാൻ. അതിൻ്റെ കൂടെ ശബ്ദത്തിനും എന്തിനുള്ള കഴിവുണ്ട്? റിഫ്ലക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ചുമ്മാ വായും കൊണ്ട് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അത് തെളിയിക്കാൻ വേണ്ടി അവരൊരു പരീക്ഷണമാണ് പുസ്തകത്തിൽ പറഞ്ഞത്. നോക്കി, ഇവിടെ ഒരു കാര്യം ചെയ്തിരിക്കുന്ന, ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിരിക്കുന്നത്. എന്താ എടുത്ത് വെച്ചിരിക്കുന്നത്? ഗ്ലാസ്. മക്കളെ, ഈ ഗ്ലാസ്സിനോട് ചേർന്നതാണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 2 പൈപ്പുണ്ട്. എത്ര പൈപ്പുണ്ട്? 2. ആ ഒന്നാമത്തെ പൈപ്പിന് എന്ന് കൊടുത്തു, രണ്ടാമത്തെ പൈപ്പിന് എന്ത് കൊടുത്തു? ബി ആണല്ലോ. ശരി, ഞാൻ അതിനുശേഷം ഒരു കാര്യം ചെയ്തു. ഇവിടെ ഒരു അലാറം കൊണ്ടുവച്ചു. അലാറം നമുക്ക് മണിയടിക്കുന്ന സാധനം, ട്രിങ് മണിയടിക്കുന്ന സാധനം, രാവിലെ 5 മണി 4 മണിക്ക് പഠിക്കാൻ വേണ്ടി എണിക്കുന്ന അലാറം. മക്കളെ, ഒരു അലാറം ഞാൻ കൊണ്ടുവച്ചു. ഓക്കെ ആണോ? അലാറം വെച്ചതിന് ശേഷം ഒരു പൈപ്പ് നേരെ വെച്ചു. അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പൈപ്പ് എടുത്തു. ഇവിടെ മഹേഷ് ബാബു സാറ് ഇവിടെ ചെവി കൊണ്ട് വെച്ചു. ഓക്കെ ആണോ? ശരി, ഞാനൊരു കാര്യം ചെയ്യുന്നു. അലാറം അടിച്ചു. ഈ അലാറം അടിച്ച ശബ്ദം ദാണ്ട് ഈ പൈപ്പ് വഴി നേരെ അവിടെ ഇടിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു? ദാണ്ട് എനിക്ക് ചെവിയിൽ കേൾക്കാൻ പറ്റത്തില്ലേ മക്കളെ? അപ്പോൾ അതിനർത്ഥം നിങ്ങൾ പറ, ഈ ശബ്ദം നേരെ അവിടെ പോയി ഇടിച്ച് തിരിച്ച് നേരെ എൻ്റെ ചെവിയിലേക്ക് വന്നില്ലയോ? അപ്പോൾ ശബ്ദത്തിനും എന്തിനുള്ള കഴിവുണ്ട്? റിഫ്ലക്റ്റ് ചെയ്യാൻ, അല്ലെ റിഫ്ലക്ഷനുള്ള കഴിവുണ്ട്. ഓക്കെ ആണോ? അപ്പോൾ അതാ പറയുന്നത്, എ സൗണ്ട് റിഫ്ലക്ട്. അതിനൊരു കാര്യം, റിഫ്ലക്ഷൻ ഓഫ് സൗണ്ടാണ് പഠിക്കുന്നത്. ഡു സൗണ്ട് വേവ്സ് ആർ റിഫ്ലക്ട് വെൻ ദേ ഹിറ്റ് ഓൺ ദ ഒബ്ജക്ട്? ഡു സൗണ്ട് വേവ്സ് ആർ റിഫ്ലക്ട് ഓൺ ദ ഒബ്ജക്ട്? റിഫ്ലക്റ്റ് ചെയ്യുമോ? സൗണ്ട് വേവിന് ഒരു ഒബ്ജക്റ്റിൽ, ഒരു വസ്തുവിൽ തട്ടി തിരിച്ചു വരാനുള്ള കഴിവുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനുള്ള പരീക്ഷണം നമ്മൾ ചെയ്യാൻ പോകുന്നത്. അറേഞ്ച് 2 PVC പൈപ്പ്. അറേഞ്ച് 2 PVC പൈപ്പ്, 2 പൈപ്പേഴ്സ്, 1 മീറ്റർ ലെങ്ത്. അതിനൊന്നും വലിയ കാര്യമില്ല. ഈ 2 PVC പൈപ്പിൻ്റെ ലെങ്ത് എത്രയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്? 1 മീറ്റർ. പറ മക്കളെ, 1 മീറ്റർ. എ ഗ്ലാസ് ആൻഡ് അലാറം ക്ലോ. എ ഗ്ലാസ് ആൻഡ് അലാറം ക്ലോ. ഒരു ഗ്ലാസ്സും ഉണ്ട്, അലാറം ക്ലോ. ഒന്നുകൂടെ പറയുകയാണ്, ഒരു ഗ്ലാസ് ഉണ്ട്, ഒരു അലാറം ക്ലോക്ക് ഉണ്ട്, 1 മീറ്ററിൻ്റെ 2 പൈപ്പ് ചരിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. Adjust the pipe B at a different angle and listen to the sticking of sound. മക്കളെ, അവർ പറഞ്ഞിരിക്കുന്നത് ഈ ചെവി എന്ത് ചെയ്യണം? അത് സൂക്ഷ്മമായി ഒബ്സർവ് ചെയ്ത് ഈ അലാറം അടിക്കുന്ന ശബ്ദം കേൾക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. അതിൻ്റെ ആൻസർ ഞാൻ ആദ്യമേ പറഞ്ഞു, എന്ത് ചെയ്യും? കേൾക്കാൻ പറ്റും. കാരണം എന്താ? ശബ്ദത്തിന് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതിന് പറയുന്ന പേരെന്താ? റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. നമ്മൾ ആദ്യമേ അതങ്ങ് പഠിച്ചു. ഓക്കെ എന്നോ? അടുത്ത പറഞ്ഞേക്കുന്നത്, ദ സൗണ്ട് ഈസ് ഹിയർഡ് ത്രൂ ദ പൈപ്പ് ബി. എന്താ അവർ പറഞ്ഞേ? സൗണ്ട് ബി എന്ന് പറയുന്ന പൈപ്പ് വഴി കേൾക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബിക്കോസ് കാരണം ദ സൗണ്ട് വേവ് റിഫ്ലക്ട്. സൗണ്ട് ശബ്ദത്തിന് റിഫ്ലക്റ്റ് ചെയ്യണം. സൗണ്ട് വേവ് റിഫ്ലക്ട് ആഫ്റ്റർ സ്ട്രൈക്ക് ചെയ്യുന്ന ചിന്ത, ഇടിക്കുക. ശബ്ദത്തിന് ഒരു വസ്തുവിൽ ചെന്ന് ഇടിച്ച് അതിനെ റിഫ്ലക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ മക്കളെ, ശരി. ഇൻ എ ഗ്ലാസ് പ്ലേറ്റ്. ഇത്രയും പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ആണ്. ആദ്യമേ ഞാൻ പറഞ്ഞു, റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്താ? ശബ്ദത്തിന് ഒരു വസ്തുവിൽ തട്ടിയാൽ അത് തിരിച്ചു വരാനുള്ള കഴിവുണ്ട്. പ്രകാശത്തിനുമായ ഒരു കഴിവുണ്ട്, ശബ്ദത്തിനുമായ ഒരു കഴിവുണ്ട്. അതുകൊണ്ടാണ് അതിനെ പറഞ്ഞ് റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളത് തെളിയിക്കേണ്ട ആവശ്യകത ഇല്ലയോ? അപ്പോൾ അലാറം വെച്ചു, ഒരു ഗ്ലാസ് പാനൽ വെച്ചു, 2 പൈപ്പ് വെച്ചു. ആ ശബ്ദം എന്ത് ചെയ്യാം? ഈ ബി എന്ന് പറയുന്ന പൈപ്പ് വഴി നമ്മളിലേക്ക് കേൾക്കാം. കാരണം എന്താ? ശബ്ദത്തിനൊരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരാനുള്ള കഴിവുണ്ടെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കിയത്. ഓക്കെ മക്കളെ? ശരി, അടുത്ത് പറഞ്ഞേക്കുന്നത് ദ സൗണ്ട്. അപ്പോട്ടെ, റിപ്പീറ്റ് ദ എക്സ്പെരിമെന്റ് യൂസിങ് റഫ് സർഫസ് ആൻഡ് ഗ്ലാസ് പ്ലേറ്റ്. മക്കളെ, 2 തരം സർഫസ്. ഇനി കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് 2 തരം സർഫസ് ഉണ്ട്. ഒന്ന് സ്മൂത്ത് സർഫസ്, മറ്റേത് ഏതാണെന്ന് വെച്ചാൽ റഫ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ദാണ്ടേ ഈ ഒരു ചെറിയൊരു LCD അല്ലെങ്കിൽ ഈ TV യുടെ ആ സർഫസ് ഇങ്ങനെ സ്മൂത്താണ് ആണോ? ചില
ടാർ ഇടാത്ത റോഡൊക്കെ അല്ലെ മെറ്റിലൊക്കെ കിടക്കുന്ന റോഡ് കണ്ടില്ലേ, അത് എങ്ങനെയുള്ള സർഫസ്? റഫ്. അപ്പോൾ എത്ര തരം സർഫസ് ഉണ്ട് മക്കളെ? പ്രതലമുണ്ട് 2. ഒന്ന് ഏതാ? സ്മൂത്ത്. മറ്റേതേതാ? റഫ്. ഉദാഹരണം പറയുവാണെങ്കിൽ താണ്ടേ നമ്മൾ ഈ പരീക്ഷണം ചെയ്യാനെടുത്ത് ഈ ഗ്ലാസ് ഉണ്ടല്ലോ, അത് സ്മൂത്ത് അല്ലയോ? ശരി, അടുത്ത പറഞ്ഞേ. ദ സൗണ്ട് ഈസ് ഹിയർഡ് ദ റിപ്പീറ്റ് ദ റഫ് ആൻഡ് ദ സ്മൂത്ത് സർഫസ്. 2 തരം സർഫസ് ഉണ്ടെന്ന് പറഞ്ഞില്ലയോ? റഫും ഉണ്ട്. റഫ് എന്ന് വെച്ചാൽ എന്താ? പരിപരുത്തെ, കൃത്യമായ ആകൃതി ഇല്ലാത്ത. സ്മൂത്ത് എന്ന് വെച്ചാൽ എന്താ? നല്ല നിവർന്ന, നല്ല നിരപ്പായ പ്രതലം. മക്കളെ അവർ പറഞ്ഞു ഡോണ്ട് യു ഫീൽ ഡിക്രീസ് ദ സൗണ്ട്. മക്കളെ അവർ പറഞ്ഞിരിക്കുന്നത് റഫായിട്ടുള്ള സർഫസിലാണോ സ്മൂത്തായിട്ടുള്ള സർഫസിലാണോ ശബ്ദത്തെ നല്ലോണം കേൾക്കാൻ പറ്റുന്നത്? മക്കളെ ഇപ്പം തന്നെ പഠിച്ചു, എപ്പോഴും ശബ്ദത്തിന് നല്ല വ്യക്തി അല്ലെങ്കിൽ പ്രതിഫലിക്കാൻ സാധിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ സ്മൂത്തായിട്ടുള്ള സർഫസിലാണ്. ഒന്നാമത്തെ പിന്നെ മനസ്സിലായോ? അതിന് വായിച്ച് പറയാൻ പോവുകയാണ്. എപ്പോഴും ശബ്ദം ഒരു വസ്തുവിൽ തട്ടി തിരിച്ചു വരുന്നു. ശബ്ദം തിരിച്ചു വരുന്നതിനെ പറയുന്നത് റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്നാണ് പറയുന്നത്. എപ്പോഴും റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് നല്ല രീതിയിൽ നടക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ സ്മൂത്തായിട്ടുള്ള സർഫസിലായിരിക്കും. ഓക്കെ മക്കളെ, അതാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. ദ സ്മൂത്ത് സർഫസ് എന്ന് വെച്ചാൽ എന്താ? നിരപ്പായ പ്രതലം. The smooth surface reflects sound more effectively എന്ന് വെച്ചാൽ എന്താ? മറ്റേതിനെ അപേക്ഷിച്ച് കൂടുതലായി. more effectively than rough surface എന്ന് വെച്ചാൽ എന്താ? അല്ലെങ്കിൽ പരിപരുത്ത പ്രതലം. ആ പരിപരുത്ത പ്രതലത്തെ അപേക്ഷിച്ച് സ്മൂത്തായുള്ള പ്രതലങ്ങൾക്ക് എന്ത് ചെയ്യും? ശബ്ദത്തെ റിഫ്ലക്റ്റ് ചെയ്യാനുള്ള കഴിവ് എങ്ങനെയായിരിക്കും? കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മക്കളെ സത്യസന്ധമായി പറയും, ഇത്രയും ഓക്കെ എന്നോ? അപ്പോൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ഇനി ഞാൻ പറയേണ്ട ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ശബ്ദത്തിന് പ്രകാശം എന്നതിന് പോലെ തന്നെ ശബ്ദത്തിന് ഒരു വസ്തുവിൽ തട്ടി എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? തിരിച്ചു വരാനുള്ള സൗണ്ടുണ്ട്, കഴിവുണ്ട്. അതിനെ പറയുന്ന പേരെന്താ? റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. 2 തരം സർഫസ് ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഒന്നേതാ? റഫ് സർഫസ്. മറ്റേതേതാ? സ്മൂത്ത് സർഫസ്. എപ്പോഴും ഒരു ശബ്ദത്തിന് നല്ല വൃത്തിയായി അല്ലെങ്കിൽ ശബ്ദത്തിന് തിരിച്ചു വരാൻ പറ്റുന്ന ഏത് സർഫസിലാണെന്ന് വെച്ചാൽ ഏതാ? സ്മൂത്ത്. അതാണ് സ്മൂത്ത്. അല്ലെങ്കിൽ സൗണ്ട് ഈസ് മോർ എഫക്റ്റീവ്ലി ദാൻ റഫ് സർഫസ്. ഒരു പരന്ന പ്രതലത്തെ അപേക്ഷിച്ച് അല്ലെങ്കിൽ പരിപരുക്കരായ പ്രതലത്തെ അപേക്ഷിച്ച് എപ്പോഴും ശബ്ദത്തിന് നല്ലോണം സഞ്ചരിക്കാൻ കഴിയുന്ന ഏതിലായിരിക്കും? സ്മൂത്ത് സർഫസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ മക്കളെ, അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം പറയുകയാണ് മക്കളെ, റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു മഹേഷ് സാറേ ശബ്ദമുണ്ട്, ശബ്ദം ഒരു പ്രതലത്തെ തട്ടി തിരിച്ചു വരുന്നുണ്ട്, അതിനെ പറയുന്ന പേരാണ് റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. ഈ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എവിടെയെല്ലാമാണ് ഉപകാരപ്പെടുത്തുന്നത് അല്ല ഉപയോഗപ്പെടുത്തുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ അവർ ഒന്നാമത് പറഞ്ഞിട്ട് ശ്രദ്ധിച്ചിരിക്കണം, മനസ്സിലാവാൻ പാടുണ്ട്. ഒന്ന് സൗണ്ട് ബോർഡ്. റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് വെച്ച് പ്രവർത്തിക്കുന്നതിൽ ഒന്നാമത്തെ ഉപാധിയാണ് സൗണ്ട് ബോർഡ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാറേ ഈ സൗണ്ട് ബോർഡ് എന്താ? മക്കളെ ഈ ചില സ്റ്റേജ് പ്രോഗ്രാം നടക്കും, ഈ നല്ല ഹാർമോണിയം വീണയും മദ്ദളവും മറ്റേ ചെണ്ടയും അതെല്ലാം വായിക്കുന്ന സമയത്ത് ആ ശബ്ദം പ്രേക്ഷകരിലേക്ക് നല്ലോണം എത്തിക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ മഹേഷ് സാർ ഒരു കാര്യം ചെയ്യുന്നു, ഇവിടുന്ന് എന്തെങ്കിലും ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് വായിക്കുന്നു. ഈ മ്യൂസിക്കൽ നല്ലോണം ശ്രദ്ധിക്കണം ഈ പടം. ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിലെ സൗണ്ട് എന്ത് ചെയ്യണം? ഇത്രയും ജനങ്ങളിലേക്ക് അല്ലെ കാണികളിലേക്ക് എത്തിക്കണം. അപ്പോൾ ഒരു തരി പോലും സൗണ്ട് പാഴാക്കത്തിൽ കൃത്യമായി നല്ല കിട്ടണമെങ്കിൽ എല്ലാ ശബ്ദതരങ്ങളിലും എന്ത് ചെയ്യണം? ആ പ്രേക്ഷകരിലേക്ക് എത്തിക്കണ്ടേ? മക്കളെ നോക്കി, ഈ ഹാർമോണിയം അല്ലെങ്കിൽ ഞാൻ ഒരു വയലിൻ വായിച്ചു, ആ വയലിൻ്റെ സൗണ്ട് നേരെ വന്ന് ആൾക്കാരിൽ എത്തിക്കുന്നു. അതുകൂടാതെ തന്നെ ആ ശബ്ദം ദാണ്ട് ഈ ഒരു സാധനം പുറകിൽ വെച്ചേക്കുന്നുണ്ടോ? അതിനെ പറയുന്ന പേരാണ് സൗണ്ട് ബോർഡ്. എന്താ പറയുന്നത്? സൗണ്ട് ബോർഡ്. ആ ശബ്ദം സൗണ്ട് ബോർഡിൽ അടിച്ച്, മക്കളെ സൗണ്ട് ബോർഡിൽ അടിച്ചതല്ലയോ ഈ ശബ്ദം? ഒരു പ്രതലത്തിലടിച്ച് ദാ തിരിച്ചു വരുന്നു. അപ്പോൾ അതിനെ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞൂടെ? ആ ശബ്ദം ആ സൗണ്ട് ബോർഡിൽ അടിച്ച് നേരെ ഇവരിൽ വരുന്നു, അത് കേൾക്കാനിരിക്കുന്ന കാണികളിലേക്ക് വരുന്നു. ആണോ? അപ്പോൾ ഇവിടെ സൗണ്ട് ബോർഡ് ഏത് വെച്ചാണ് ഉപകാരപ്പെടുത്തിയിരിക്കുന്നത്? റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് വെച്ച് പ്രവർത്തിക്കുന്ന ഒന്നാമത് നിങ്ങളിത് മാത്രം പഠിച്ചാൽ അത് ഏതാ? സൗണ്ട് ബോർഡ്. പറമക്കളെ സൗണ്ട് ബോർഡ്. അടുത്ത പറഞ്ഞിരിക്കുന്നത് ദ കർവ്ഡ് സീലിംഗിനെ ഹാൾ എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ വീട്ടിലൊക്കെ അതിനൊക്കെ നല്ലത് ഉദാഹരണം പറയും, ഓഡിറ്റോറിയം ഉണ്ടല്ലോ, വലിയ ഹാള് കണ്ടിട്ടില്ലയോ? വലിയ സിനിമാ തിയേറ്റർ കണ്ടിട്ടില്ലയോ? ആ ഹാളിലൊക്കെ എന്ത് ചെയ്യും? ഈ സീലിംഗ് എന്ന് വെച്ചാൽ എന്താ? അതാണ്ട് ഈ മുകളിൽ ഈ പ്രതലത്തെ പറയുന്ന പേരെന്താ? സീലിംഗ്. ഓക്കെ ആണോ? ഈ സീലിംഗ് എങ്ങനെ നിർമ്മിച്ചത്? കർവ് ചെയ്താണ് നിർമ്മിച്ചിരിക്കുന്നത്. ആണോ? കർവ് ചെയ്ത് നിർമ്മിക്കാൻ കാരണം സ്വാഭാവികമായിട്ട് നമ്മൾ സംസാരിക്കുന്നതാവട്ടെ അല്ലെങ്കിൽ ഒരു പാട്ട് പാടുന്നതാവട്ടെ എന്തുമായിക്കോട്ടെ, ആ ശബ്ദം നേരെ എന്ത് ചെയ്യുന്നു? ഈ കർവായുള്ള പ്രതലത്തിൽ ഇടിച്ചതിന് ശേഷം നേരെ എന്ത് ചെയ്യുന്നു? ആ ഓഡിയൻസിലേക്ക് എത്തുന്നു. ഓക്കെ മക്കളെ, അപ്പോൾ അവിടെ ആ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് വെച്ചല്ലേ പ്രവർത്തിക്കുന്നത്. ആണോ? മക്കളെ നിങ്ങളുടെ പുസ്തകത്തിനകത്ത് ഇത്രയും പറഞ്ഞിട്ടുള്ളൂ. ഞാൻ 2-3 എക്സ്ട്രാ കാര്യങ്ങളൂടെ പറയാൻ പോവുകയാണ്, ശ്രദ്ധിച്ചിരിക്കണം. റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് വെച്ച് പ്രവർത്തിക്കുന്ന 4 ഉപാധികൾ. ഒന്നാമത് മെഗാഫോൺസ്. ഓക്കെ ആണോ? ഒന്നാമത് ഏതാ? മെഗാഫോൺ. മക്കളെ നമ്മുടെ ഈ ടൂറിസ്റ്റ് ബസ്സിൽ ഹോൺസ് കണ്ടിട്ടില്ലേ? പെപ്പ എന്നൊക്കെ പറഞ്ഞ് ഹോൺസ് കണ്ടിട്ടില്ലയോ? ആ മെഗാഫോൺസ് ഏത് വെച്ചാൽ പ്രവർത്തിക്കുന്നത്? ഈ ശബ്ദം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് വെച്ചാൽ. ഉദാഹരണം വന്ന് റോഡിൽ കൂടി ഒരു ടൂറിസ്റ്റ് ബസ് പോവുക, ഞാൻ അങ്ങനെ സൈഡിൽ നിൽക്കുക, മക്കളെ എനിക്ക് സൗണ്ട് കേൾക്കുന്നില്ല. കാരണം എന്താ? ആ ശബ്ദം ചിലപ്പോൾ സൈഡിലുള്ള മരങ്ങളിൽ തട്ടിയായിരിക്കും നേരെ എൻ്റെ ചെവിയിലെത്തുന്നത്. അത് റിഫ്ലക്ഷൻ ഓഫ്
സൗണ്ട് വെച്ചില്ലേ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാം രണ്ടാമത് സ്റ്റെതസ്കോപ്പ്. സ്റ്റെതസ്കോപ്പ് എന്ന് വെച്ചാൽ എന്താ നിങ്ങൾക്കറിയാം. സ്വാഭാവികമായിട്ടും നമ്മളൊരു ആശുപത്രി ചെല്ലുമ്പോൾ ആ ഡോക്ടർ ആദ്യം ഒരു ചെവിയിൽ ഒരു കുഴൽ വെച്ച് നമ്മളെ പരിശോധിക്കുന്നില്ലയോ. അത് ഏതാണെന്ന് വെച്ച് ചെയ്താൽ സ്റ്റെതസ്കോപ്പ്. ആ സ്റ്റെതസ്കോപ്പും പ്രവർത്തിക്കുന്ന ഏത് വെച്ചാൽ ഈ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് വെച്ചിട്ടാണ്. ഓക്കെ, നമുക്ക് രണ്ട് പറഞ്ഞ സോണാർ. സോണാർ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. സോണാർ എന്താ കടലിൻ്റെ ആഴം മനസ്സിലാക്കാൻ, അല്ലെ ഡെപ്ത് മനസ്സിലാക്കാൻ, കടലിൽ നിന്ന് ഞാൻ പറഞ്ഞതെങ്കിൽ ഡെപ്ത് മനസ്സിലാക്കാൻ, അല്ലെ മത്സ്യക്കൂട്ടം നിർണ്ണയിക്കാൻ ആണോ. എങ്ങനെ ഒരു കപ്പലുണ്ട്, കപ്പലിൻ്റെ അടിയിലായിട്ട് എന്തുണ്ട് സോണാറുണ്ട്. ആ സോണാറിന് താപ്പോട്ട് എന്താ വരുന്നത് ശബ്ദമാണ് വരുന്നത്. ആ ശബ്ദം നേരെ താഴെ വന്ന് അടിച്ച് മണ്ടിലോട്ട് വരുമ്പോഴേ നമ്മൾ ഡെപ്ത് മനസ്സിലാക്കുന്നത്. നിങ്ങൾ അത്രയൊന്നും പഠിക്കേണ്ട, ഇത്രയും പഠിക്കുക. എവിടെ ഉപയോഗിക്കുന്നത് മെഗാഫോൺസ്, പിന്നെ എവിടെ ഉപയോഗിക്കുന്നത് സ്റ്റെതസ്കോപ്പ്, പിന്നെ എവിടെ ഉപയോഗിക്കുന്നത് സോണാർ, പിന്നെ ഏതാ സൗണ്ട് ബോർഡ്. അതിപ്പോൾ നമ്മൾ പഠിച്ചതാ ആണോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആരും ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ഉപകാരപ്പെടുത്തുന്നു. അപ്പോൾ നോക്കിയ മക്കളെ പുസ്തകത്തിലെ പേജ് നമ്പർ 20 നമ്മൾ സെറ്റായിട്ട് പഠിച്ചു. ഓക്കെ എന്നോ. ഇനി ഡൗട്ടുണ്ടോ? വായിച്ചാൽ പഠിച്ച് ഒന്നും കൂടെ പറഞ്ഞ് നിർത്തുവാണേ. റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്ന് വെച്ചാൽ എന്താ ഒരു ശബ്ദത്തിന് ഒരു പ്രതലത്തിൽ തന്ന് ഇടിച്ച് അത് തിരിച്ചു വരാനുള്ള കഴിവുണ്ട്. അതിനെ പറയുന്ന പേരെന്താ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? വിവിധ തരം സർഫസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ആണോ രണ്ട് തരം സർഫസ് ഉണ്ട്. ഒന്ന് റഫ് സർഫസ്, ഒന്ന് സ്മൂത്ത് സർഫസ്. എപ്പോഴും ശബ്ദം നല്ലപോലെ സഞ്ചരിക്കുന്നത്, അല്ലെ നല്ലപോലെ റിഫ്ലക്ഷൻ നടക്കുന്നത്, അല്ലെ സ്മൂത്തായിട്ട് കേൾക്കാൻ പറ്റുന്നത് ഏത് സർഫസിലായിരിക്കും? സ്മൂത്ത് സർഫസിലായിരിക്കും. അതാ പറഞ്ഞേക്കുന്നത്. സ്മൂത്ത് സർഫസ് റിഫ്ലക്ട് സൗണ്ട് മോർ എഫക്റ്റീവ്ലി ദാൻ റഫ് സർഫസ്. പരിപരുക്കനായ സർഫസിനെ അപേക്ഷിച്ച് സ്മൂത്തായ സർഫസിനെ എന്ത് ചെയ്യാം? ശബ്ദത്തെ കൂടുതലായിട്ട് പ്രതിഫലിപ്പിക്കാനായിട്ട് പറ്റുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പറഞ്ഞ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ഈസ് യൂട്ടിലൈസ്. റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് യൂട്ടിലൈസ്. റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്ന് പറയുന്ന ആ പ്രതിഭാസം എവിടെല്ലാമാണ് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത് ഏതാ സൗണ്ട് ബോർഡ് ഞാൻ പറഞ്ഞിരുന്നു. അടുത്ത ഏതാ പറഞ്ഞത് സീലിങ്ങിൻ്റെ ഹാള്. അടുത്ത് ഞാൻ പറഞ്ഞത് ഏതാ സ്റ്റെതസ്കോപ്പ്, പിന്നെ ഏതാ മെഗാഫോണ്, പിന്നെ ഏതാ സോണാർ. അത് മക്കളെ ശരി. അപ്പോൾ പുസ്തകത്തിലെ പേജ് നമ്പർ നമ്മൾ എത്ര പഠിച്ച്? 20 പഠിച്ചത്. ഓക്കെ മക്കളെ. ഇനി അപ്പോൾ അടുത്താണ് പറയാൻ പോകുന്നത് പേജ് നമ്പർ 21. അപ്പോൾ നമ്മളിനി അടുത്ത പഠിക്കാൻ പോകുന്ന പേജ് നമ്പർ 21. അപ്പോൾ 20 നമ്മൾ പഠിച്ച് സെറ്റാക്കി ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു ഉപകാരപ്പെടുത്തണം. ഓക്കെ മക്കളെ. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 21. 21 ആദ്യം പറയുന്ന മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. അപ്പോൾ റിഫ്ലക്ഷൻ പഠിച്ചു. ഓക്കേന്നോ. ഇനി മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ പറയുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഓക്കേന്നോ മക്കളെ. ഞാനൊരു ഹാളിലിരുന്നു. ഇപ്പോൾ ഉദാഹരണം പറയുന്നത് ഞാൻ ചില സമയത്ത് പറയുന്നു ഹലോ 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 എന്തുകൊണ്ട് ഞാൻ ആവർത്തിച്ച് കേൾക്കത്തില്ലേ മക്കളെ? ഉദാഹരണം പറഞ്ഞ് മനസ്സിലായോ? എൻ്റെ ഉദാഹരണമാണ് പറഞ്ഞത്. ശരി, ഞാനൊരു കാര്യം പറയുന്നു മക്കളെ. ഇപ്പോൾ ഇതൊരു മഹേഷ് ബാബു ഇവിടെ നിന്നു. ഓക്കെ എന്നോ. ഇതൊരു ഹാളാണെന്ന് വിചാരിക്കും. ഞാൻ സംസാരിച്ചു. ശ്രദ്ധിച്ചിരിക്കണം, കൈകൾ നേരെ നോക്കണമെങ്കിലേ മനസ്സിലാവും. ഒന്നുമില്ല, വലിയ കാര്യമൊന്നുമില്ല, ചെറിയൊരു പോയിൻ്റേ ഉള്ളൂ. ഈ ശബ്ദം നേരെ പോയി ഇടിച്ചല്ലോ, അത് തിരിച്ചു പോയി. ആണോ? നമ്മൾ പറഞ്ഞു ഒരു ശബ്ദം ഒരു പ്രതലത്തിൽ പോയി ഇടിച്ചു, അത് തിരിച്ചു വന്നാൽ അതിനെ പറയുന്ന പേരെന്താ? റിഫ്ലക്ഷൻ. നോക്കിയേ മക്കളെ, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, പിന്നില്ലേ സൗണ്ട് വന്നത്? ആണോ? നേരത്തെ എന്താ പറഞ്ഞേ? ഒരു സൗണ്ട് ഒരു വസ്തുവിൽ പോയി ഇടിച്ച് തിരിച്ചു വരുവാന്ന് റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്നാണ് പറഞ്ഞത്. ആണോ? മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ എന്താ? ഒന്നിലധികം. ഇവിടെ ഒന്നിലധികം തവണ അത് റിഫ്ലക്റ്റ് ചെയ്തില്ലയോ ആ ശബ്ദം? അതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആദ്യം പറഞ്ഞുതരാം. ദ റിഫ്ലക്റ്റഡ് സൗണ്ട് എന്ന് വെച്ചാൽ എന്താ? ഡി കാണുന്നത്, അതിനെ റിഫ്ലക്റ്റഡ് സൗണ്ട് എന്ന് പറഞ്ഞു. ദ ഗെറ്റ് റിഫ്ലക്റ്റഡ് എഗെയിൻ. ഈ റിഫ്ലക്റ്റ് ചെയ്ത സൗണ്ട് വീണ്ടും എന്ത് ചെയ്തു? റിഫ്ലക്റ്റ് ചെയ്യുന്നു. ദ എഗെയിൻ ദിസ് ഈസ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. ആദ്യമേ ഞാൻ വായിച്ച് പറഞ്ഞപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ എന്താ? ഒരു ശബ്ദം വീണ്ടും എഗെയിൻ ആൻഡ് റിഫ്ലക്റ്റഡ്, ഒന്നിലധികം തവണ എന്ത് ചെയ്യുന്നു? റിഫ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരെന്താ? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. ഇത്രയും പഠിച്ചാൽ മതി. ഓക്കെ. ദ ഫിഗർ ഷോ ദ സൗണ്ട് ഈസ് ഫ്രം എ സോഴ്സ് റീച്ചസ് എ സോഴ്സ്. ഇവിടുത്തെ സോഴ്സ് ആരാ? മഹേഷ് സാറാ. ആണോ? ദ റീച്ചസ് ദ ലിസണർ ദ ക്ലോസ്ഡ് ഹാൾ. ഒരു ഹാളിൽ നിന്ന് മഹേഷ് എവിടെ സൗണ്ട് ഉണ്ടാക്കിയല്ലോ. ശരി. ഡസ് ദ സൗണ്ട് ഫ്രം ദി സോഴ്സ് ആൾവേസ് ട്രാവൽ ഡയറക്റ്റ്ലി ടു ദ ലിസണർ. അവർ പറഞ്ഞിരിക്കുന്നത് എന്താ? ആ ശബ്ദം ഒരിടത്ത് ഇടിച്ച് നേരെ ചെവിയിലാണോ വരുന്നേ? അല്ല. ആണോ മക്കളെ? അല്ല. നേരെ ചെവിയിലാന്ന് വരുന്നേ? അല്ല. അതാ പറഞ്ഞേ ദ റിഫ്ലക്റ്റഡ് സൗണ്ട് വേവ്സ് ഗെറ്റ് റിഫ്ലക്റ്റഡ് എഗെയിൻ. ദ റിഫ്ലക്റ്റഡ് പറഞ്ഞു. ദ റിഫ്ലക്റ്റഡ് സൗണ്ട് വേവ്, ദ റിഫ്ലക്റ്റഡ് സൗണ്ട് വേവ് ഗെറ്റ് റിഫ്ലക്റ്റഡ് എഗെയിൻ. എന്ത് ചെയ്യുന്നു? സൗണ്ട് പിന്നെയും എന്ത് ചെയ്യുന്നു? റിഫ്ലക്റ്റ് ചെയ്യുന്നെങ്കിൽ അതിനെ പറയുന്ന പേരെന്താ? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. ഇത്രയും പഠിക്കാനുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്? റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. എന്താ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്? ഒരു ശബ്ദം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നതിനെ പറയുന്ന പേരെന്താ? റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ എന്താ? സൗണ്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നു. എങ്ങനെ? എഗെയിൻ. ദ റിഫ്ലക്റ്റഡ് സൗണ്ട് get reflected again. This is multiple reflection. ഒന്നിലധികം തവണ എന്ത് ചെയ്യുന്നു? അത് റിഫ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരെന്താ? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. ഓക്കെ മക്കളെ. ഇനി പറഞ്ഞ് ശ്രദ്ധിച്ചിരിക്കണം. ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് ഇനി അടുത്താണ് നമ്മൾ പറയാൻ പോകുന്നത് എക്കോ പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു ഐഡിയ തരാം. ഉദാഹരണം പറയുകയാണെങ്കിൽ മക്കളെ, നമ്മൾ കൊടൈക്കനാലിലൊക്കെ പോകും. അവിടെയൊക്കെ പോകുമ്പോൾ ഈ കൊടൈക്കനാലിൽ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഈ സൂയിസൈഡിൽ പോയിട്ട് അല്ലെങ്കിൽ കൊക്കയുടെ മണ്ടയിൽ അല്ലെങ്കിൽ മലയുടെ മണ്ടയിൽ കയറുന്നത് നമ്മൾ ഒരു കാര്യം ചെയ്യും. ഹലോ ഇപ്പോഴാ കേട്ടെ കണ്ടോ? എന്തുകൊണ്ട് ഇപ്പോഴാണ് വന്നേ? സുഖമാണോ?
സുഖമാണോ? ഞാൻ പറഞ്ഞ കാര്യം അല്പസമയം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതാ പഠിക്കാൻ പോകുന്നത്? എക്കോ. എക്കോ എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മളൊരു ശബ്ദം പുറപ്പെടുവിച്ചു. ആദ്യമേ ഞാൻ പറഞ്ഞുതരാം, അതിനുശേഷം വായിച്ചിട്ടേ. ഒരു ശബ്ദം പുറപ്പെടുവിച്ചു, ആ ശബ്ദം അല്പസമയം കഴിഞ്ഞിരിക്കട്ടെ. ആണോ? ഈ വായിച്ച് പറഞ്ഞാൽ അപ്പോൾ എളുപ്പം മനസ്സിലാവും. നോക്കി, ഹാവ് യു ഹെവർ ഹാഡ് ദ എക്സ്പീരിയൻസ് ഫോർ മേക്കിംഗ് ലൗഡ് സൗണ്ട് ദ എക്കോ പോയിന്റ്? എക്കോ പോയിന്റ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ കുന്നിൻ്റെ മുകളിലോ അല്ലെ കൊക്കയുടെ മങ്കയിലോ അല്ലെ സൂയിസൈഡൽ പോയിന്റോ അങ്ങനെ ഉയർന്ന പ്രദേശങ്ങൾ. ദ എക്കോ പോയിന്റ് ഹിയറിംഗ് ദ സെയിം സൗണ്ട് എഗെയിൻ. ഹിയറിംഗ് ദ സെയിം സൗണ്ട് എഗെയിൻ. നോക്കി, ഹലോ 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 ഹലോ, എന്തുകൊണ്ട് 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 എന്തുകൊണ്ട്. ചിലയിടത്ത് അങ്ങനെ ആണോ? എവിടാണ് എവിടാണ് എവിടാണ്, പിന്നെയും ആവർത്തിച്ചിരിക്കും. ആണോ? അല്ലെങ്കിൽ പറയാം ഹലോ. ചിലത് അല്പസമയം കഴിഞ്ഞിട്ടില്ല വരുന്നത് ഹലോ. ആണോ? ശരി, അടുത്ത് പറഞ്ഞേക്കുന്നത് വൈൽ സ്പീക്കിംഗ് ലൗഡ്ലി ക്ലോസ് ദി എംപ്റ്റി ഹാൾ ആൻഡ് കാളിംഗ്. ചില ഹാളിനകത്ത് നോക്കിയാലും അങ്ങനെ സൗണ്ട് എന്ത് ചെയ്യും? പിന്നെ റിപ്പീറ്റ് അടിക്കുന്ന കാണാം. നോക്കി ശ്രദ്ധിക്കണേ. എക്കോ ഈസ് ദ സൗണ്ട് ഹിയേഡ്. എക്കോ എന്ന് പറഞ്ഞാൽ സൗണ്ട് ഹിയേഡ്, സൗണ്ട് എന്ത് ചെയ്തു? കേട്ടു. ദ സൗണ്ട് ഹിയേഡ് ആഫ്റ്റർ. ആഫ്റ്റർ എന്ന് വെച്ചാൽ കഴി. ആഫ്റ്റർ വൈൽ ഡ്യൂ ടു ദ റിഫ്ലക്ഷൻ ഓഫ് ഇനിഷ്യൽ സൗണ്ട്. ഇനിഷ്യൽ എന്ന് വെച്ചാൽ എന്താ? ആദ്യ സൗണ്ട്. ആദ്യ ശബ്ദം കേട്ടതിന് ശേഷവും പിന്നെയും സൗണ്ട് കേൾക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരെന്താ? എക്കോ. ഒന്നും കൂടെ പറയാം. ഇനിഷ്യൽ സൗണ്ട് എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. ഹലോ ഞാൻ പറഞ്ഞു, അതേതാ? ഇനിഷ്യൽ. ഒക്കെയുടെ മണ്ട കയറി എന്നാ പറഞ്ഞേ ഹലോ ഇനിഷ്യൽ. അല്പം ഹലോ തിരിച്ചു വന്നിട്ടോ. ആണോ? അല്പം സമയം കഴിഞ്ഞിട്ടില്ലയോ? ഇനിഷ്യൽ സൗണ്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ സൗണ്ട് എന്ത് ചെയ്യാൻ പറ്റി? കേൾക്കാൻ പറ്റി. അതിനെ പറയുന്ന പേരാണ് എക്കോ. ഇപ്പോൾ കുന്നിൻ്റെ മണ്ടയിൽ പേര് നിങ്ങൾക്കറിയാം, സ്വാഭാവികം. എന്തുകൊണ്ട് 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 ഹലോ ഹലോ ഹലോ. ആണോ? ആദ്യ സൗണ്ട് കേട്ടതിന് ശേഷം പിന്നെയും സൗണ്ട് എന്ത് ചെയ്തു? കേട്ടു. അല്പസമയം കഴിഞ്ഞതിന് ശേഷം. ആണോ? അതാ പറഞ്ഞേ. ദ എക്കോ ഇസ് ദ സൗണ്ട് ഹിയേഡ്. സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? സൗണ്ട് കേട്ടു. ആഫ്റ്റർ വൈൽ ഡ്യൂ ടു ദ റിഫ്ലക്ഷൻ ഓഫ് ഇനിഷ്യൽ സൗണ്ട്. നമ്മൾ പുറപ്പെടുവിച്ച ശബ്ദം അത് ഏതുമാകട്ടെ, ശബ്ദം കേട്ട് കഴിഞ്ഞ് അല്ലെ ശബ്ദം പുറപ്പെടുവിച്ച് അല്പസമയം കഴിഞ്ഞ് പിന്നെയും അത് കേൾക്കാൻ പറ്റുന്നു. ആ പ്രതിഭാസത്തെ പറയുന്ന പേരെന്താ? എക്കോ എന്ന് പറഞ്ഞു. ഇപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്താ? ഒരു വസ്തു ഒരു സർഫസിൽ അല്ലെങ്കിൽ ഒരു വസ്തുവിൽ നിന്നുള്ള ശബ്ദം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുവാണെങ്കിൽ അതിനെ പറയുന്ന പേരെന്താ? അതിനെ പറയുന്നത് എന്താ? റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. ആണോ? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ എന്താ? ആ റിഫ്ലക്ഷൻ എന്ത് ചെയ്യും? എഗെയിൻ ആൻഡ് എഗെയിൻ. റിഫ്ലക്ഷൻ എന്ത് ചെയ്യുന്നു? ദ റിഫ്ലക്റ്റഡ് സൗണ്ട് വേവ് ഗെറ്റ് റിഫ്ലക്റ്റഡ് എഗെയിൻ. ആ സൗണ്ട് വേവ് പിന്നെയും റിഫ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്നത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. അടുത്ത ഏതാ? എക്കോ. എക്കോ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പുറപ്പെടുവിച്ച ശബ്ദം, ആ പുറപ്പെടുവിച്ച ശബ്ദം പുറപ്പെടുവിച്ച് കഴിഞ്ഞ് അല്പം കഴിഞ്ഞ് പിന്നെയും കേൾക്കുവാണെങ്കിൽ അതിനെ പറയുന്നത് എന്താ? എക്കോ. ദ എക്കോ ഇസ് ദ സൗണ്ട് ഹിയർഡ് ആഫ്റ്റർ വൈൽ ഡ്യൂ ടു ദ റിഫ്ലക്ഷൻ ഓഫ് ഇനിഷ്യൽ സൗണ്ട്. ഓക്കെ നമുക്കളെ, ശരി. അങ്ങനെ നോക്കിയേ. ഇനി ഞാൻ പറയുന്നു, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, അപ്പോൾ നിങ്ങൾ ചോദിച്ചേ മഹേഷ് സാറേ ഈ കൊക്കയുടെ മണ്ടയിലോ അല്ലെ സൂയിസൈഡ് പോയിന്റിലോ അല്ലെ മലയുടെ മണ്ടയിൽ പോയിരുന്നാലേ ഈ എക്കോ കേൾക്കത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ ഞാൻ ക്ലാസ്സിൽ സംസാരിക്കുമോ, ഇപ്പോൾ എക്കോ കേൾക്കുന്നുണ്ടോ? ഇല്ല. എക്കോ ഉണ്ടോ? ഇല്ല. ആ കൊക്കയുടെ മണ്ടയിൽ പോയിരുന്ന് സംസാരിച്ചപ്പോൾ എക്കോ കേട്ടു, ഇവിടെ ഇരുന്ന് സംസാരിച്ചപ്പോൾ എക്കോ കേട്ടില്ല. അപ്പോൾ അവിടെ എന്തോ എക്കോ നടക്കണമെങ്കിൽ എന്തൊക്കെയോ കണ്ടീഷൻ ഉണ്ട്, ഇല്ലയോ? ആദ്യമേ ഞാൻ പറയാം, എക്കോ കേൾക്കണമെങ്കിൽ ആ പുറപ്പെടുവിക്കുന്ന വസ്തു അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്ന, ഓക്കെ നമുക്കളെ, എക്കോ കേൾക്കണമെങ്കിൽ ആ ശബ്ദം പുറപ്പെടുവിക്കുന്ന വസ്തുവും ആ ശബ്ദം നേരെ പോയി ഇടിച്ച് തിരിച്ചു വരണ്ടേ? ആ വസ്തുവും തമ്മിൽ മിനിമം 17.5 മീറ്റർ ഡിസ്റ്റൻസ് വേണം. വായിച്ച് പറഞ്ഞാൽ ഒന്നും കൂടെ ഞാൻ പറയാം. എക്കോ എന്ന് വെച്ചാൽ എന്താ? ഒറിജിനൽ സൗണ്ട് കഴിഞ്ഞ് പിന്നെയും കുറച്ച് കഴിഞ്ഞ് സൗണ്ട് തിരിച്ച് കേൾക്കുമെന്നെങ്കിൽ എന്നെ പറയുന്ന പേരെന്താ? എക്കോ. എക്കോ നടക്കണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ ഏതാ? മിനിമം ആ വസ്തു എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ മഹേഷ് ഹലോ എവിടെ പോയി ഇടിച്ചു ഹലോ തിരിച്ചു കേട്ടു. ഞാനും ആ വസ്തുവും തമ്മിൽ എത്ര ഡിസ്റ്റൻസ് വേണം? മിനിമം 17.5 മീറ്റർ. അപ്പോൾ നിങ്ങൾ ചോദിക്കും മഹേഷ് സാറേ അതെങ്ങനെയാണെന്ന് തെളിയിക്കാമോ? തെളിയിക്കാം. അതിനിപ്പോൾ ഇതൊന്ന് വായിച്ച് പറഞ്ഞു തരാം. നോക്കി, വാട്ട് ഷുഡ് ബി ദ മിനിമം ഡിസ്റ്റൻസ് ഫ്രം ദ ലിസണർ ടു ദ റിഫ്ലക്റ്റിംഗ് സർഫസ്? വാട്ട് വിൽ ബി ദ മിനിമം ഡിസ്റ്റൻസ്, ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസ് ഫ്രം ദ ലിസണർ, കേൾക്കുന്ന ആളും ദ റിഫ്ലക്റ്റഡ് സർഫസ്, അല്ലെങ്കിൽ വേണ്ട ഞാനും ആ വസ്തു തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ് ഉണ്ടോ എന്ന് അവർ ചോദിച്ചേ. അറിയത്തില്ല. അതിനിപ്പോൾ ഒരു കാര്യം ഞാൻ ഒന്നും കൂടെ പറഞ്ഞോട്ടെ, അത് ഞാൻ തെളിയിച്ചു തരാം. മക്കളെ, നമ്മളൊരു കാര്യം കൂടെ പറയുകയാണ്. അതിനൊരു കാര്യം കൂടെ പറയുകയാണ്. പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്. എന്താ പറയുന്നത്? പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്. അത് മനസ്സിലാവുമോ എന്നറിയത്തില്ല, എങ്കിലും പറയുക. ഇപ്പം ഞാനൊരു ചെറിയൊരു കാര്യം ചെയ്തു. എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചെറിയ മണിയുണ്ടെന്ന് വിചാരിക്കും. ആ മണിക്ക് ടിങ് ഒരു ചെറിയ സമയത്തേക്ക് എൻ്റെ ചെവി തങ്ങി നിന്നില്ലയോ? ഒരു ശബ്ദം നമ്മുടെ ചെവിയിൽ 1/10 സെക്കൻഡ്, എത്ര സെക്കൻഡാണ്? 1/10 സെക്കൻഡ് തങ്ങി നിൽക്കുന്നതിനെ പറയുന്ന പേരാണ് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്. എല്ലാ മനുഷ്യല്ലോ
റെസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് വെച്ചാൽ എന്തോ ഒരു ശബ്ദം നമ്മുടെ അല്ലെങ്കിൽ ചെവിയിൽ എത്ര നേരം തങ്ങി നിൽക്കും 1/10 സെക്കൻഡ്. അങ്ങോട്ട് വരാം. അതിന് ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. നമ്മൾ ആദ്യം എന്താ പഠിച്ചത്? എക്കോയാണ് പഠിച്ചത്. എക്കോ എന്ന് വെച്ചാൽ എന്താ ഒറിജിനൽ സൗണ്ട് കഴിഞ്ഞ് അല്പം സമയം കഴിഞ്ഞ് ആ ഇനിഷ്യൽ സൗണ്ട് കേട്ടതിന് ശേഷവും പിന്നെയും സൗണ്ട് കേൾക്കുന്നതിനെ പറയുന്ന പേര് എന്താ? എക്കോ. എക്കോ ഉണ്ടാവണമെങ്കിൽ മിനിമം ഡിസ്റ്റൻസ് ആ ശബ്ദം പുറപ്പെടുവിക്കുന്ന വസ്തുവും ആ ചെന്ന് ഇടിക്കുന്ന വസ്തുവും തല ഇടിക്കുന്ന ആ പ്രതലവും തമ്മിൽ എത്ര ഡിസ്റ്റൻസ് മിനിമം വേണം? 17.5 മീറ്റർ എന്നാണ് പറഞ്ഞത് ആണല്ലോ. അതിന് ഒരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞായിരുന്നു. ഏതാ? പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്. പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചേരെ മഹേഷ് സാറേ ഇയാൾ പറഞ്ഞു ആ എക്കോ നടക്കണ മിനിമം 17.5 മീറ്റർ വേണമെന്ന് പറഞ്ഞു. ഓക്കെ എന്നോ? ഇനി പറഞ്ഞു ശ്രദ്ധിച്ചിരിക്കണം മക്കളെ. ഇത് മഹേഷ് സാർ. ഓക്കെ എന്നാൽ തെളിയിക്കാൻ പോവാം. പുസ്തകത്തിൽ കിടപ്പുണ്ട്, ഞാൻ റെഡിയാക്കി തരാം. ഇത് മഹേഷ് സാറ്. ഈ മഹേഷ് സാറ് സംസാരിച്ചു. ഇതാണ്ടേ ഈ ശബ്ദം നേരെ പോയ കണ്ടോ? അല്ലെങ്കിൽ ഇത് നോക്കുക, ശബ്ദം നേരെ പോയ കണ്ടോ? നേരെ പോയി അവിടെ ഇടിച്ചു, നേരെ പോയി അഴിച്ച് തിരിച്ചു വന്നു. അപ്പോഴാണ് മഹേഷ് കേട്ടോ. നോക്കി, ഹലോ ഹലോ. എപ്പോഴാണ് കേട്ടെ? ആണോ? ഹലോ ഹലോ. ആ ശബ്ദം ഇവിടെ ഇടിച്ച് തിരിച്ച് ഇവിടെ വന്നു. അപ്പോൾ അതിനെ പറയുന്ന പേരെന്താ? എക്കോ. മക്കളെ അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയുകയാണ്. ഡിസ്റ്റൻസ് കാണാൻ നമുക്ക് ഇക്വേഷൻ അറിയാം. ഡിസ്റ്റൻസ് കാണാൻ ഇക്വേഷൻ എന്തോ? സ്പീഡ് ഇൻറ്റു ടൈം. ഞാൻ ചെറുതായിട്ട് വിശദമായിട്ട് എഴുതിയത് അപ്പുറത്തെ പേജ് ഇത് തന്നെ പറഞ്ഞേക്കുന്നത്, അപ്പം മനസ്സിലാവത്തില്ല. ഡിസ്റ്റൻസ് കാണാൻ ഇക്വേഷൻ എന്തോ? സ്പീഡ് ഇൻറ്റു ടൈം. മോനെ ഈ മഹേഷ് സാറ് സംസാരിച്ചു അല്ലയോ? ആ സംസാരിച്ചപ്പോൾ അങ്ങോട്ട് എന്താ പോയത്? സൗണ്ട് അല്ലേ പോയേ? സൗണ്ട് അല്ലേ പോയേ? ഹലോ എന്താ പോയെ? സൗണ്ടിന് എയറിൽ കൂടി സഞ്ചരിക്കാൻ പറ്റുന്ന സ്പീഡ് 350 മീറ്റർ പെർ സെക്കൻഡ്. അത് കാണാൻ പഠിച്ചു. ശബ്ദത്തിന് എയറിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന മാക്സിമം സ്പീഡ് എത്ര? 350 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ സ്പീഡ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കാണാൻ ഇക്വേഷൻ എന്ത്? സ്പീഡ് ഇൻറ്റു ടൈം. കൺസിഡർ ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ. ശബ്ദത്തിന് അന്തരീക്ഷം അല്ലെങ്കിൽ എയറിൽ കൂടി സഞ്ചരിക്കാൻ പറ്റുന്ന സൗണ്ട് എത്ര? 350. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്. മനുഷ്യൻ്റെ പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എത്ര? 1/10. ഓക്കെ എന്നോ? അപ്പോൾ ഞാൻ സംസാരിച്ചു. ആ സംസാരിച്ച ശേഷം ആ ശബ്ദം ഇവിടെ അടിച്ചു പോയി തിരിച്ചു വന്നു. അതുകൊണ്ട് ഈ ശബ്ദം ഇവിടെ നിന്ന് ഇവിടെ വന്നു, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസാണ് ഞാൻ കാണാൻ പോകുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് കാണാൻ ഇക്വേഷൻ എന്തോ? ഡിസ്റ്റൻസ് കാണാൻ ഇക്വേഷൻ ഞാൻ പറഞ്ഞത് സ്പീഡിൻ്റെ ടൈം. ഇവിടുത്തെ സ്പീഡ് എന്ന് വെച്ചാൽ എന്താ? സൗണ്ടിൻ്റെ എയറിലുള്ള സ്പീഡാണ്. അത് എത്ര മക്കളെ? 350. ടൈം അത് എത്ര നേരം നമ്മുടെ ചെവി തങ്ങി നിൽക്കുന്ന പറഞ്ഞേ? 1/10 സെക്കൻഡ് ഇല്ലയോ? ഞാൻ 1/10 സെക്കൻഡ് എഴുതി. ആണോ? 0 വെട്ടി 35 അല്ലെങ്കിൽ 35 × 1 എത്ര? 35 ഡിവൈഡ് ബൈ 1 എത്ര? 35 മീറ്റർ. അപ്പോൾ നിങ്ങൾ ചോദിക്കും മഹേഷ് സാറേ ഇയാൾ പറഞ്ഞത് എക്കോ കേൾക്കണമെങ്കിൽ മിനിമം 17.5 മീറ്ററാണ്. അത് തെളിയിക്കാമെന്ന് ഇയാൾ ഞങ്ങളോട് പറഞ്ഞേ. മോനെ 35 മീറ്റർ എങ്ങനെ കിട്ടിയത് ചോദിക്കും. മോനെ 35 എന്ന് വെച്ചാൽ എന്താ? ഈ ശബ്ദം ഇവിടെ വന്ന് തിരിച്ചു വന്ന സമയമാണ് എന്താ? 35 മീറ്റർ സഞ്ചരിച്ചത് ആണോ? അപ്പോൾ ഈ വസ്തുവും അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാക്കുന്ന വ്യക്തിയും ഈ പ്രതലവും തമ്മിൽ എത്ര ഡിസ്റ്റൻസ്? പാതിയില്ലേ എടുക്കുന്നതേ? അതാണ് ഞാൻ 35/2 എത്ര? 17.5 മീറ്റർ. അതാണ് ഇനി പുസ്തകം. അതിന് സെറ്റായിട്ട് മനസ്സിലാവും. നോക്കി പുസ്തകത്തിലെ അടുത്ത പേജ്. ഹൗ ലോങ് വിൽ ബി ദ ടേക്ക് ഹിയർ ദി എക്കോ ഡിസ്റ്റിങ്ലി ആഫ്റ്റർ ഹിയറിംഗ് ദ ഫസ്റ്റ് സൗണ്ട്. മക്കളെ ശബ്ദത്തിന് എത്ര നേരം തങ്ങി നിൽക്കാൻ പറ്റും? നമ്മൾ പഠിച്ചത് 1/10 സെക്കൻഡ്, 0.1 സെക്കൻഡ് എന്നും പറയാം. ഓക്കെ എന്നോ? ഹൗ ഫാർ ഡസ് ദ സൗണ്ട് ട്രാവൽ ഡ്യൂറിംഗ് ദിസ് ടൈം? കൺസിഡർ ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ. ഞാൻ നേരത്തെ പറഞ്ഞു മക്കളെ സൗണ്ടിന് അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ എയറിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന മാക്സിമം സ്പീഡ് എത്ര എന്ന് പറഞ്ഞു? 350 മീറ്റർ പെർ സെക്കൻഡ് ആണോ? ഡിസ്റ്റൻസ് കാണാൻ ഇക്വേഷൻ എന്തോ? സ്പീഡ് ഇൻറ്റു ടൈം ആണോ? ഇവിടെ സ്പീഡ് ആരാ? സൗണ്ടാണ് സഞ്ചരിച്ചത് ആണോ? സൗണ്ട് ഏതിൽ കൂടെ സഞ്ചരിച്ച്? എയർ. സൗണ്ടിന് എയറിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന സ്പീഡ് എത്ര? 350. അതാ പറഞ്ഞു 350. ടൈം എത്ര? 1/10 സെക്കൻഡ് ആണോ? ചെയ്യുമ്പോൾ എത്ര കിട്ടിയ? 35. മോനെ ഒരു കാര്യം നോക്കി, ഞാൻ നേരത്തെ പറഞ്ഞു 35 മീറ്റർ എന്ന് വെച്ചാൽ എന്താ? ഈ ശബ്ദം ഇവിടെ വന്ന് തിരിച്ചു വരാനാണ് 35 മീറ്റർ സഞ്ചരിച്ചത്. അവർ ചോദിച്ചെന്താ? ഈ വസ്തുവും ഇതും തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസാണ് എക്കോ ഉണ്ടാവേണ്ട മിനിമം. അപ്പോൾ ഇതിൻ്റെ പാതിയിൽ എടുക്കണ്ടേ? അതാണ് അവർ പറഞ്ഞേക്കുന്നത്. എത്ര? 17.5. നോക്കി, ഫോർ ദ എക്കോ ടു ബി ഹിയർ, എക്കോ നടക്കണമെങ്കിൽ ദ റിഫ്ലക്റ്റിംഗ് സർഫസ്. റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് വെച്ചാൽ നമ്മളെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് വെച്ചാൽ ഈ ഒരു സർഫസിനെ പറയുന്ന പേര് റിഫ്ലക്റ്റിംഗ് സർഫസ്. ഓക്കെ എന്നോ? ദ റിഫ്ലക്റ്റിംഗ് സർഫസ് മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 70.5 മീറ്റർ എവേ. ഇത്രയും മനസ്സിലായി. എന്നെ വിശ്വസിക്കും, ഞാൻ പറയുന്നത് മാത്രം പഠിക്കുക. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. നമ്മൾ ആദ്യം പഠിച്ച ഏതാണെന്ന് വെച്ചാൽ ഏതാ? എക്കോ. എന്താ പഠിച്ചേ? എക്കോ. എക്കോ എന്ന് വെച്ചാൽ എന്താ? എക്കോ ഇസ് എ സൗണ്ട് ഹിയർഡ് വൈൽ ഡ്യൂ ടു ദ റിഫ്ലക്ഷൻ ഓഫ് ഇനിഷ്യൽ സൗണ്ട്. ആദ്യം പുറപ്പെടുവിച്ച ശബ്ദം കഴിഞ്ഞ് അത് കൂടാതെ വീണ്ടും ശബ്ദം കേൾക്കുന്നതിനെ പറയുന്ന പേരെന്താ? എക്കോ. പഠിച്ചേന്നോ? അടുത്ത എക്കോയ്ക്ക് വേണ്ട മിനിമം ഡിസ്റ്റൻസ് എത്ര? 17.5 മീറ്റർ. അപ്പോൾ നിങ്ങളോട് ചോദിക്കുക സാറേ അതൊന്ന് തെളിയിച്ച് കാണിച്ചു തരാമോ? ഇയാൾ പറഞ്ഞു 17.5 മീറ്റർ. ഓക്കെ എന്നോ? 17.5 മീറ്റർ ഡിസ്റ്റൻസ് കാണാൻ ഇക്വേഷൻ എന്തുവാ? ഡിസ്റ്റൻസ് മിനിമം ഡിസ്റ്റൻസ് 17.5 എന്നല്ലേ പറഞ്ഞേ? ഡിസ്റ്റൻസ് ആണ് അപ്പോൾ ഇക്വേഷൻ എന്തോ? സ്പീഡ് ഇൻറ്റു ടൈം. ആരെ ഇവിടെ സഞ്ചരിച്ചേ? സൗണ്ടിന് ഏറെ കൂടെ സഞ്ചരിക്കുന്ന സ്പീഡ് എത്ര? 350. അത് എത്ര നേരം അവിടെ തങ്ങി നിൽക്കുന്നു? പിന്നെ കേൾക്കുന്നത് 1/10 ആണോ? അപ്പോൾ അത് ചെയ്യുമ്പോൾ 35 മീറ്റർ. രണ്ട് സൈഡ് സഞ്ചരിക്കാനാണ് 35. അപ്പോൾ ഒരു സൈഡ് എത്ര ആയിരിക്കും? 17.5 മീറ്റർ. സെറ്റാണോ മക്കളെ? ശരി, അങ്ങനെ നമുക്ക് അടുത്തൊരു കണക്ക് ചെയ്താലോ? അടുത്തൊരു കണക്ക് ചെയ്താൽ ഇതേപോലെ തന്നെ നോക്കി. ദ എക്കോ ഓഫ് ഫയർ ക്രാക്കർ
ആണോ എക്കോയോ ഫയർ ക്രാക്കർ. മക്കൾ അത് കേട്ട് പേടിക്കണ്ട. നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോഴേ, അല്ലെങ്കിൽ പെരുന്നാളിനൊക്കെ, അല്ലെങ്കിൽ റാസയൊക്കെ നടക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ഉത്സവമാവട്ടെ, നമ്മൾ ഈ പടക്കം എന്ന് പറയാൻ പറ്റത്തില്ല, മറ്റൊരു ചെറിയ ഇരുമ്പ് പോലുള്ള സാധനത്തിൽ പൊട്ടി എത്ര മതി ഒരു പടക്കം പൊട്ടിച്ചു. എന്താ പൊട്ടിച്ചേ? പടക്കം ആണല്ലോ മക്കളെ. നമ്മുടെ വീട്ടിൽ പടക്കം ഇല്ലേ, ഗുണ്ട്, ഒരു ഗുണ്ട് പൊട്ടിച്ചു, അത്രയും നിങ്ങൾ പഠിക്കുക. ഇത് എക്കോ ഫയർ ക്രാക്കർ. ഞാൻ അവർ ഫയർ ക്രാക്കർ എന്ന് പറയുന്നത് നമ്മളെന്താ പഠിച്ചു? ഒരു ഗുണ്ട് പൊട്ടിച്ചു, അത്രയും പഠിക്കാൻ പാടില്ലല്ലോ. ശരി, ദ എക്കോ ഫയർ ക്രാക്കർ ഈസ് ഹിയർഡ് ഈസ് ആഫ്റ്റർ 1 second ബൈ ദ പേഴ്സൺ ഹൂ ബസ് ഇൻ ഹൗ വാസ് ഈസ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഫ്രം ദ പേഴ്സൺ ഹിയറിംഗ് ദ എക്കോ. അവർ ചോദിച്ചു ഇത്രയേ ഉള്ളൂ, ഒരു ഗുണ്ട് പൊട്ടിച്ചു. ആ ഗുണ്ട് മഹേഷിൻ്റെ കൈ നോക്കി, ഗുണ്ട് പൊട്ടിച്ചു. ആ പൊട്ടിച്ച് കഴിഞ്ഞ് ചില അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ രാവിലെ സമയത്തൊക്കെ നമ്മൾ ഈ ഇതൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് നമ്മൾ കേട്ടില്ല, പിന്നെ അത് എക്കോ പോലെ കേൾക്കത്തില്ലയോ? പൊട്ടിച്ചു. കുറച്ച് സമയം കഴിഞ്ഞ് ടോ, പിന്നെയും കേൾക്കത്തില്ലയോ? ഓക്കെ, ടോ ടോ, തിരിച്ചും കേട്ടില്ലയോ? ആണോ? അതാ അവർ പറഞ്ഞേ. അപ്പോൾ എന്ത് ചെയ്തു? ഒരാൾ ഒരു വ്യക്തി എന്ത് ചെയ്തു? ഒരു പടക്കം പൊട്ടിച്ചു, അല്ലെങ്കിൽ ഗുണ്ട് പൊട്ടിച്ചു. ആ 1 second കഴിഞ്ഞ് എന്താണ് ടു, 1 second കഴിഞ്ഞ് ടു, അത് തിരിച്ച് കേട്ടെന്നാണ് പറഞ്ഞേ. നിങ്ങളിലേക്ക് എത്തിക്കുക എന്തൊക്കെ ചെയ്യണം മക്കളെ? ആൻഡ് 1 second ബൈ ദ പേഴ്സൺ. ആ പേഴ്സൺ അത് എന്ത് ചെയ്തു? 1 second കഴിഞ്ഞ് പിന്നെ തിരിച്ച് കേട്ടു. അത് എക്കോ എന്നല്ലേ പറയുന്നത്? ആദ്യം പൊട്ടി, ആ സൗണ്ട് എന്ത് ചെയ്തു? 1 second കഴിഞ്ഞ് തിരിച്ച് കേട്ടു. അപ്പോൾ അതിന് നമ്മൾ പഠിച്ച പേരെന്താ? എക്കോ. ഇനിഷ്യൽ സൗണ്ട് കഴിഞ്ഞ് പിന്നെ ആ ശബ്ദം കേൾക്കുന്നതിന് പറയുന്ന പേര് എക്കോ. അവർ അത് എക്കോയാ പറഞ്ഞത്. എത്ര സെക്കൻഡ് കഴിഞ്ഞാൽ? 1 second കഴിഞ്ഞാൽ. ഓക്കെ, എന്തോ ആയിക്കോട്ടെ മക്കളെ. അവർ പറഞ്ഞു സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ 350. നമ്മൾ നേരത്തെ പറഞ്ഞു ശബ്ദത്തിന് മിനിമം സ്പീഡ് എത്ര, അല്ലെങ്കിൽ എയറിൽ കൂടെയുള്ള സ്പീഡ് എത്ര? 350. നമ്മൾ കണക്ക് ചെയ്യാം. അതിനുമ്പൊരു കാര്യം നോക്കി, ഞാൻ ചിക്കോട് മാറ്റി എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിച്ചിരിക്കണേ. ദ എക്കോ ഓഫ് എ ഫയർ ക്രാക്കർ. നമ്മൾ പറഞ്ഞ എന്താ? ഗുണ്ട് പൊട്ടിച്ചു. ഈസ് ഹിയർഡ് ആഫ്റ്റർ 1 second. ആ പൊട്ടിച്ച ഗുണ്ട് ആണോ? 1 second കഴിഞ്ഞ് തിരിച്ചു കേട്ടു. അതാ പറഞ്ഞ് 1 second ബൈ ദ പേഴ്സൺ ഹൂ ബ്രസ്റ്റ് ഇറ്റ് ഹൗ ഫാർ ഈസ് ദ റിഫ്ലക്റ്റീവ് സർഫസ്. നോക്കി, ഇത് മഹേഷ് സാറ്, ഇതെന്താ? ഒരു ഗുണ്ട്. ആ ഗുണ്ട് എന്ത് ചെയ്തു? പൊട്ടിച്ചു. എൻ്റെ കൈ ഉണ്ടോ? എൻ്റെ കൈ നോക്കി മനസ്സിലാക്കണേ. ആ ഗുണ്ട് എന്ത് ചെയ്തു? പൊട്ടിച്ചു. ആ ശബ്ദം ടു, സൗണ്ട് നേരെ പോയി എവിടോ ഇടിച്ചു. ആ സൗണ്ട് നേരെ എന്ത് ചെയ്തു? മഹേഷ് സാറിന് പിന്നെ കുറച്ച് കഴിഞ്ഞ് കേട്ടു. ഈ ശബ്ദം ഇവിടെ വരാനെടുത്ത സമയമാണ് 1 second. ഓക്കെ എന്നോ? ക്വസ്റ്റ്യൻ മനസ്സിലായാലേ കാര്യം നടക്കത്തുള്ളൂ. ശബ്ദം കേട്ടു, അല്ലെ ഗുണ്ട് പൊട്ടിച്ചു, അല്പസമയം കഴിഞ്ഞിട്ടു പിന്നെയും കേട്ടു, ആ ശബ്ദം ഇവിടെ വന്നു, അത് തിരിച്ചു വന്നു, ഇതിനെടുത്ത സമയമാണ് 1 second. ഓക്കെ എന്നോ? അവർ പറഞ്ഞിരിക്കുന്നത് ഈ വസ്തുവും അല്ലെങ്കിൽ ഈ വ്യക്തിയും ഈ ഡിസ്റ്റൻസ് അല്ലെ റിഫ്ലക്റ്റ് ചെയ്ത് ഈ സർഫസും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാനാണ് പറഞ്ഞേ. ഓക്കെ എന്നോ? പടക്കം പൊട്ടിച്ചു, സൗണ്ട് അടിച്ചു, തിരിച്ചു വന്നു. പക്ഷെ അവർ പറഞ്ഞ് ഈ വ്യക്തിയും ഈ റിഫ്ലക്റ്റീവ്സിലും ഒരു സൈഡ് ഡിസ്റ്റൻസാണ് കാണാൻ പറഞ്ഞത്. ഡിസ്റ്റൻസ് കാണാൻ നമുക്കറിയാം, ഇക്വേഷൻ അറിയാം. എന്താ ഡിസ്റ്റൻസ് കാണാൻ ഇക്വേഷൻ? ഡിസ്റ്റൻസ് സ്പീഡ് ഇൻറ്റു ടൈം. പഠിച്ചോ? ഡിസ്റ്റൻസ് സ്പീഡ് ഇൻറ്റു ടൈം. അപ്പോൾ നിങ്ങൾക്ക് ഡിവൈഡ് ബൈ 2 എന്താ സാറേ? എടാ, ഒരു സൈഡ് കാണാനാണ് പറഞ്ഞേ. ആണോ? ഇത് ചെയ്താൽ എന്താ കിട്ടുന്നത്? ഇവിടുന്ന് ശബ്ദം ഇവിടെ പോയി തിരിച്ചു വരുന്നേ കിട്ടുന്നത്. മൊത്തമാണ് നമുക്ക് ഒരു സൈഡ് പോരെ, അതാ ഡിവൈഡ് ബൈ 2. ഓക്കെ എന്നോ? നമുക്കറിയാം എന്താ അങ്ങോട്ട് പോയ ശബ്ദത്തിൻ്റെ സ്പീഡ് എത്ര നമ്മൾ പഠിച്ചിട്ടുണ്ടോ? 350 മീറ്റർ. അതാ ഞാൻ എഴുതി ബി. എത്ര? 350 മീറ്റർ പെർ സെക്കൻഡ്. ക്വസ്റ്റിനും തന്നിട്ടുണ്ട്. ഓക്കെ എന്നോ? അടുത്ത ടൈം, എത്ര സെക്കൻഡ് കേട്ടാണ് ആ ശബ്ദം തിരിച്ച് കേട്ടത്? 1 second കഴിഞ്ഞാൽ. തുടങ്ങാൻ പോകുന്നത് ഡിസ്റ്റൻസ് കാണാൻ ഇക്വേഷൻ സ്പീഡ് ഇൻറ്റു ടൈം ഡിവൈഡ് ബൈ 2. 2 എന്ന് വെച്ചാൽ ഒരു സൈഡ് എടുക്കാൻ വേണ്ടി. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു ഏതാ പോയത്? സൗണ്ടിൻ്റെ എയറിലുള്ള സ്പീഡ് എത്ര? 350 എഴുതി. എത്ര ടൈമാ? 1. 350 × 1 എത്ര? 350. 350 ഡിവൈഡ് ബൈ 2 എത്ര? 175 മീറ്റർ. ആൻസർ കിട്ടിയോ? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇതാ. അതാണ് ഈ പുസ്തകത്തിൻ്റെ അത് പറഞ്ഞു. ഈ പുസ്തകം എടുത്തോണേ. എ പേഴ്സൺ ബുക്ക് ഫയർ. ആ കണക്കാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതി. ഇവിടെ എന്തോ വേറെ എഴുതി വെച്ചാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുക. ഡി സിക്കൽ വി ഇൻറ്റു ടി. വി എന്ന് വെച്ചാൽ എന്താ? സ്പീഡ് ഓഫ് ആണോ? സൗണ്ടിൻ്റെ സ്പീഡ്. ടി എന്ന് വെച്ചാൽ എന്താ? എത്ര നേരം അവിടെ തങ്ങി നിൽക്കുന്നു ആണോ? ഡിവൈഡ് ബൈ 2 ഒരു സൈഡ് കിട്ടാൻ. അവിടെ 175 മീറ്റർ അല്ലേ മക്കളെ? സെറ്റാണോ? അപ്പോൾ നോക്കി, നമ്മൾ ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു, ഈ കണക്ക് ചെയ്തു. ഓക്കെ എന്നോ? അതിനുശേഷം ഈ കണക്ക് പറഞ്ഞു. ഓക്കെ എന്നോ? അതിൻ്റെ തൊട്ട് താഴെ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഷുഡ് ബി ദ മിനിമം. അടുത്തൊരു കണക്കാണ്, മൂന്നാമതൊരു കണക്ക്. വാട്ട് ഷുഡ് ബി ദി മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് റിഫ്ലക്റ്റീവ് സർഫസ് ഹിയർ ടു എക്കോ ഇൻ വാട്ടർ. അതിനൊരു കാര്യം, അവർ അടിപൊളി ഒരു ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. എക്കോ ഇൻ വാട്ടർ. നമ്മൾ ഇത്ര നേരം എയറിലല്ലേ പഠിച്ചു? ഒരു വെള്ളം, ഇങ്ങനെ ചിന്തിക്കും, വെള്ളം കിടക്കുന്നു, വെള്ളത്തിൻ്റെ അടി വെച്ചൊരു പടക്കം ഞാൻ പൊട്ടി. ഞാൻ ചുമ്മാ പറയുവാന്നേ, മനസ്സിലാക്കാൻ വേണ്ടി പറയുവാന്നേ. വെള്ളത്തിനകത്ത് പടക്കം പൊട്ടിക്കുന്നതിൽ എനിക്കറിയാം. ഒരു വെള്ളം ആണോ? വെള്ളത്തിനകത്ത് ഞാൻ ഒരു ഗുണ്ട് പൊട്ടിച്ചു ആണോ? ആ ഗുണ്ട് നേരെ, ആ സൗണ്ട് നേരെ എവിടെ ഒരു പാറയ്ക്കകത്തടിച്ച് തിരിച്ചു വരുന്നു. ഓക്കെ എന്നോ? അതാ അവർ കാണാൻ പറഞ്ഞു. നോക്കി, വാട്ട് ഷുഡ് ബി ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് റിഫ്ലക്റ്റിംഗ് സർഫസ്. വെള്ളത്തിനടിയിലെ ഗുണ്ട്, അതിനെ പറയുന്ന പേരെന്താ? സോഴ്സ്. ആ ശബ്ദം പൊട്ടുന്ന സൗണ്ട് നേരെ അടിച്ച് പോയി ഒരു പാറയെ ചെന്ന് ഇടിച്ചു ആണോ? അതാ റിഫ്ലക്റ്റിംഗ് സർഫസ്. അതിനുശേഷം തിരിച്ചെന്ത് ചെയ്യുന്നു? കേൾക്കാം. അതിനെ പറയുന്ന പേരെന്ത്? എക്കോ എന്നല്ലേ നമ്മൾ പഠിച്ചേ?
ആണോ? എന്തോ ആയിക്കോട്ടെ, ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, സമയം നമ്മൾ കണക്ക് ചെയ്യാൻ പോയി ശ്രദ്ധിക്കണം. മാവിൻ്റെ ഭാഷയിൽ എഴുതുകയാണെങ്കിൽ ദ എക്കോയോ പേപ്പർ, അയ്യോ അതിൽ നമ്മളിപ്പോൾ ചെയ്തതോ. ഓക്കെ ആണോ? ശരി, ഒന്ന് നോക്കിയും. വാട്ട് ഷുഡ് ബി ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് റിഫ്ലക്റ്റിംഗ് സർഫസ് into the here the echo surface to the here the echo in water. വെള്ളത്തിലെ എക്കോയെ കാണാൻ പറഞ്ഞു. ഇതെന്താ മക്കളെ? വെള്ളം. ഇതെന്താ മക്കളെ? ഗുണ്ട് എന്ത് ചെയ്തു? പൊട്ടി. സൗണ്ട് എന്ത് ചെയ്തു? സഞ്ചരിച്ചു. അവിടെ ചെന്ന് ഇടിച്ചു. അത് ഏത് സർഫസാ? റിഫ്ലക്റ്റീവ് സർഫസ്. അത് തിരിച്ച് എൻ്റെ ചെവി വരത്തില്ലയോ? ഇത് എവിടത്തെയോ? വെള്ളത്തിലല്ലയോ? ഒറ്റ മിനിറ്റ് മക്കളെ, നമുക്ക് ഡിസ്റ്റൻസ് കാണാൻ ഇക്വേഷൻ എന്തോ? സിമ്പിളാണ്, മറ്റേ തന്നെ. ഡിസ്റ്റൻസ് കാണാൻ ഇക്വേഷൻ എന്തോ? v/t/2. v എന്ന് വെച്ചാൽ എന്താ? സൗണ്ടിൻ്റെ സ്പീഡ്. ടി എന്ന് വെച്ചാൽ എന്താ? എത്ര സമയം കഴിഞ്ഞിട്ടാണ് കേട്ടത്. തന്നിട്ടില്ലെങ്കിൽ നമ്മൾ 1/10 എന്ന് എടുക്കും. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ 1 ആണെങ്കിൽ 1, നേരത്തെ 1 ഇട്ട്, ഇല്ലെങ്കിൽ എത്ര? 1/10. ഇതാ പെർസിസ്റ്റൻസ് ഓഫ് ഓഡിയബിലിറ്റി ആണോ? ശരി, d = v/t/2. d = മക്കളെ നോക്കി, ഏതിൽ കൂടിയാ സൗണ്ട് സഞ്ചരിച്ചേ? വാട്ടറാ. നേരത്തെ ഏതാ? എയറിൽ കൂടിയാ സഞ്ചരിച്ചത്. എയറിൽ കൂടെ സഞ്ചരിച്ചപ്പോൾ എത്ര? 350 എടുത്തേ. പക്ഷേ ഈ സൗണ്ട് ഏതിൽ കൂടെ സഞ്ചരിച്ച? എയർ. അപ്പോൾ അടുത്ത പിടിച്ചു, വെള്ളത്തിൽ കൂടിയാണ് സൗണ്ട് സഞ്ചരിക്കുന്നതെങ്കിൽ അതിൻ്റെ സ്പീഡ് എത്ര? 1480. അപ്പോൾ d = വീട് അവിടെ എത്ര എഴുതി? 1480. എങ്ങനെയാണെന്ന് ചോദിക്കില്ല. സൗണ്ടിന് വെള്ളത്തിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന എത്ര സ്പീഡ്? 1480 m/s. എയറിൽ കൂടെ ആകുന്ന എത്ര? 350. ഇവർ എന്താ പറഞ്ഞത്? വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ d = 1480 × t. നമുക്ക് ക്വസ്റ്റ്യൻ തരാത്തത് നമ്മൾ എത്ര പറഞ്ഞു? റെസിസ്റ്റൻസ് ഓഫ് ഓഡിയബിലിറ്റി എത്ര? 1/10. മനുഷ്യൻ്റെ ശ്രവണസ്ഥിരത പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ 1/10 0.08 എത്ര? 148 മീറ്റർ. നോക്കി, വെള്ളം, ഗുണ്ട്, പൊട്ടി, സൗണ്ട്, കല്ലിലിടിച്ചു, തിരിച്ചു വന്നു ആണോ? ആ ഡിസ്റ്റൻസാണ് കണ്ടത്. വെള്ളത്തിൽ കൂടെ ആ ശബ്ദം പോയി ഇടിച്ച് തിരിച്ചു വന്നേ. പക്ഷെ അവരെത്ര? നമുക്ക് ഒരു സൈഡിലല്ലേ കണ്ടേ? ഒരു സൈഡിൽ എത്രയെന്ന് അവർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണോ? 2 സൈഡ്. ഈ സൗണ്ട് അവിടെ പോയി ഇവിടെ വരാൻ എടുത്ത സമയം 148 മീറ്റർ. അങ്ങനെ ഒരു സൈഡ് എത്ര എന്ന് ചോദിച്ചാൽ /2 എത്ര? 74 മീറ്റർ. നോക്കി, അതിലേ നമ്മൾ പറഞ്ഞേ വാട്ട് ഷുഡ് ബി ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സോഴ്സ് ഓഫ് റിപ്ലൈ. മിനിമം ഡിസ്റ്റൻസ് മിനിമം എന്ന് വെച്ചാൽ ആ ശബ്ദം പുറപ്പെടുവിക്കുന്ന വസ്തുവും അത് ചെന്ന് ഇടിക്കുന്ന വസ്തുവും തമ്മിലുള്ള ഡിസ്റ്റൻസ് മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സോഴ്സ് ഓഫ് റിപ്ലൈ സർഫസ് ഹിയർ ദ എക്കോ ആണോ? ഒറ്റ വാക്യം ഞാൻ പറഞ്ഞിരുത്തുവാന്നേ മക്കളെ, ശ്രദ്ധിച്ചിരിക്കണേ. ഒറ്റ വാക്യം ഞാൻ പറഞ്ഞിരിക്കുക. അതുകൊണ്ട് അതിൻ്റെ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ നമ്മളിതായിപ്പം ചെയ്തിരിക്കുകയാണ് ആണോ? ശരി, ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ ഞാൻ പറയാം. അതിന് ഈ കാര്യം ഒന്നും കൂടെ പറഞ്ഞ് സെറ്റാക്കി തരാം. നോക്കി, എക്കോ ഇനി പറയുന്നതിൽ അർത്ഥമില്ല. ഓക്കെ ആണോ? ഓക്കെ ആണോ? ശരി. അപ്പോൾ മിനിമം എക്കോ എന്ന് വെച്ചാൽ എന്താ? ഒരു സൗണ്ട് ഉണ്ടാക്കി ആ ശബ്ദം എന്ത് ചെയ്യണം? തിരിച്ച് അല്പം ആദ്യം ഉണ്ടാക്കിയ സൗണ്ട് കൂടാതെ തിരിച്ച് കേൾക്കുന്നതിനെ പറയുന്നത് എന്താ? എക്കോ. ഓക്കെ എന്നോ? എക്കോ നടക്കണമെങ്കിൽ വേണ്ട മിനിമം ഡിസ്റ്റൻസ് എത്ര വേണം? 17.5 മീറ്റർ. അതുകൊണ്ടാണ് റൂമിലൊക്കെ എക്കോ കേൾക്കാനായിട്ട് പാട്. എത്ര? 17.5 മീറ്റർ ഡിസ്റ്റൻസ് എങ്കിലും മിനിമം വേണം. അതാണ് ഈ സൂയിസൈഡ് പോയിന്റ് അല്ലെങ്കിൽ ഉയർന്ന പ്രദേശങ്ങളിൽ പോകുമ്പോൾ എക്കോ കേൾക്കുന്നത്. 17.5 മീറ്റർ എങ്കിലും വേണം എക്കോ നടക്കണമെങ്കിൽ. അപ്പോൾ അത് ചോദിക്കും, സാറേ അതെങ്ങനെ ഇയാൾ 17.5 മീറ്റർ എന്ന് പറഞ്ഞത്? അത് തെളിയിക്കണം നമ്മൾ ഇക്വേഷൻ എഴുതി. എന്താ? ഡിസ്റ്റൻസ് ആണ് ഇക്വേഷൻ, സ്പീഡിൻ്റെ ടൈം ആണോ? ശബ്ദത്തിന് ഏറെ കൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന സ്പീഡ് എത്ര? 350. അതിൻ്റെ റെസിസ്റ്റൻസ് ഓഫ് ഓഡിയബിലിറ്റി എത്ര? 1/10. 17.5 മീറ്റർ ഇല്ലേ മക്കളെ? ശരി, ഇന്ന് പറഞ്ഞ കാര്യം ഒന്നും കൂടെ പറഞ്ഞതിന് ശേഷം നിർത്തുകയാണ്. നമ്മളിന്ന് പേജ് നമ്പർ ആദ്യം 20 പറഞ്ഞേ. 20 ആദ്യം പറഞ്ഞ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ടാണ് പറഞ്ഞേ ആണോ? ഈ തൊറ്റവാക്കി പറഞ്ഞ ശബ്ദത്തിന് എന്തിനുള്ള കഴിവുണ്ട്? ഒരു പ്രതലത്തിൽ ചെന്ന് ഇടിച്ച് തിരിച്ച് വരാനുള്ള കഴിവുണ്ട്. അതിനെ പറയുന്ന പേരെന്താ? റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. എപ്പോഴും റിഫ്ലക്ഷൻ നല്ല ആക്യുറേറ്റ് ആയിട്ട്, നല്ല വൃത്തിക്ക്, നല്ല പക്കയായിട്ട് നടക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ പക്കയായിട്ട് നടക്കുന്നത് എവിടെയാണെന്ന് വെച്ച് ചെയ്താൽ സ്മൂത്ത് സർഫസിലായിരിക്കും നടക്കുന്നത്. ഒന്ന് റിഫ്ലക്ഷൻ സൗണ്ട് വെച്ച് പ്രവർത്തിക്കുന്ന ഉപാധി സൗണ്ട് ബോർഡ്, പിന്നെ കർവ്ഡിന് സീലിംഗ് ഹാൾ എന്തിനാ സീലിംഗ് കർവ് ഇന്ന് നിർമ്മിച്ച്. അതുകൂടാതെ ഞാൻ പറഞ്ഞു സ്റ്റെതസ്കോപ്പ്, സോണാർ, അതെല്ലാം പറഞ്ഞില്ലയോ. ശരി, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ പഠിച്ചതെന്ന് വെച്ചാൽ മെഗാഫോൺ, സ്റ്റെതസ്കോപ്പ്, ഇതെല്ലാം നമ്മൾ പഠിച്ചില്ലേ, എഴുതിയെടുത്തോണേ. ശരി, ഏതാ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ? ഒന്നുമില്ല. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ എന്താ? ഒരു സൗണ്ട് ഒന്നിലധികം തവണ എന്ത് ചെയ്യും? എഗെയിൻ ആൻഡ് എഗെയിൻ ദ റിഫ്ലക്റ്റഡ് സൗണ്ട് വേവ് ഗെറ്റ് റിഫ്ലക്റ്റഡ് എഗെയിൻ. ദിസ് ഇസ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. ഓക്കെ എന്നോ? അടുത്ത പറഞ്ഞ എക്കോ. എക്കോ എന്ന് വെച്ചാൽ എന്താ? എക്കോ ഇസ് സൗണ്ട് ഹിയർ, സൗണ്ട് എന്ത് ചെയ്യുന്നു? കേൾക്കുന്നു. ആഫ്റ്റർ ബൈ ഡു റിഫ്ലക്ഷൻ ഇനിഷ്യൽ സൗണ്ട്, ആദ്യ ശബ്ദം കേട്ടതിന് ശേഷം പിന്നെയും സൗണ്ട് കേൾക്കുന്നതിനെ പറയുന്നത് പിന്നെ എന്താ? എക്കോ എന്ന് പറയുന്നത്. ഓക്കെ എന്നോ? അതിനുശേഷം നമ്മൾ പറഞ്ഞ് എക്കോ കേൾക്കാൻ വേണ്ട മിനിമം ഡിസ്റ്റൻസ് എത്ര എന്നാണ് പറഞ്ഞത്? 17.5. പിന്നെ റെസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് വെച്ചാൽ എന്താ? 1/10 സെക്കൻഡ്. മനുഷ്യൻ്റെ റെസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എത്ര? 1/10 സെക്കൻഡ്. ഓക്കെ എന്നോ? അപ്പോൾ 17.5 നമ്മൾ തെളിയിച്ചു. അതിനുശേഷം വേറൊരു കണക്ക് നമ്മൾ ചെയ്തായിരുന്നു. കണക്ക് ചെയ്തില്ലയോ? ഏതാ? ഒരാളൊരു പടക്കം പൊട്ടിക്കുന്നു, ആ സൗണ്ട് ഇവിടെ വന്നു, അത് തിരിച്ചു വന്നു, ഇയാൾ ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഏതാ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ എന്നോ? അല്ലെങ്കിൽ റിവേഴ്സ് അടിച്ച് ബാക്കാണോ? ഓക്കെ എന്നോ മക്കളെ? അപ്പം ഇന്ന് പഠിച്ചത് പേജ് നമ്പർ 20, 21, 22 ആണോ? കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യത്തെ പാർട്ടി പഠിച്ചെത്ര? 23, 24, 25. അപ്പോൾ 20 മുതൽ 25 വരെ അവസാന പോർഷൻസ് കംപ്ലീറ്റ് ആക്കി. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന 11 മുതൽ 20 വരെ.
ഓക്കെ എന്നോ. അത് തീർത്തതിന് ശേഷമാണ് നമ്മൾ 1 മുതൽ എത്ര 11 വരെ പഠിക്കുന്നത്. അത് പഠിക്കുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടും ഞാൻ എൻ്റേതായ രീതിയാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുന്നത്. അത് സക്സസ് ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ എന്നോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചെന്ന് വിചാരിക്കുന്നു. മാക്സിമം ഇതെന്ത് ചെയ്യണം, മറ്റുള്ള കൂട്ടുകാരിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് കൂടുന്നതിനനുസരിച്ച് ക്ലാസ്സുകളുടെ എണ്ണം കൂടും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കും, മാക്സിമം സെറ്റായി പോകും. ഓക്കെ എന്നോ. താങ്ക് യു.